അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിതാ അടിപൊളി മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ മിൽക്ക് കേക്ക് നമുക്കിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അതിന് ഞാനിതാ 1 കപ്പ് പഞ്ചസാര എടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഞാനിതാ 2-3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നൂൽപ്പരുവത്തിൻ്റെ അടുത്ത സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ അതവിടെ റെഡിയാക്കാൻ വെച്ചിട്ട് ഞാനിതാ അതിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. അതിനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് പൊടിച്ച പഞ്ചസാര 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കായും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചിട്ടുള്ളത്. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ബട്ടറും പഞ്ചസാരയും മുട്ടയും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് 2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര ലൈനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ മാവിലോട്ട് കുറേശ്ശെ പാൽ വെച്ചിട്ട് വേണം കേട്ടോ അത് കുഴച്ചെടുക്കാൻ. പാൽ വെച്ചതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മാവ്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം കേട്ടോ നമുക്കിത് പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മാവെല്ലാം ഞാനിതാ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കണം. അതിന് ഞാനിതാ ഒരു ചീൻചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറേശ്ശെ ഇട്ട് പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണിട്ട് അത് വെച്ച് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുള്ളൂ. തിരിച്ചു മറിച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം കേട്ടോ. നന്നായി പൊങ്ങിതാ കറക്റ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ പാൽ കേക്കൊക്കെ അതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പാൽ കേക്ക് ഷുഗർ സിറപ്പിൽ ഇടുമ്പോൾ ഷുഗർ സിറപ്പ് നല്ല ചൂട് വേണം കേട്ടോ. എന്നാലാണ് കേട്ടോ നമ്മുടെ പാൽ കേക്ക് കറക്റ്റായി വരുള്ളൂ. എല്ലാം ഞാനിത് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ 2-3 വട്ടമായിട്ട് ഞാനിത് മിൽക്ക് കേക്കൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഷുഗർ സിറപ്പിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ മിൽക്ക് കേക്കൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ. വായിലിട്ടാൽ അലിഞ്ഞു പോകട്ടത്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് പോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.